മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. കിഫ്കോണിനായിരിക്കും 2 ടൗൺഷിപ്പുകളുടെയും നിർമ്മാണത്തിന്റെ മേൽനോട്ടം. 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഉണ്ടാവുക. 750 കോടി രൂപയാണ് ടൗൺഷിപ്പുകൾക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനായി കാതോർക്കുകയാണ്. എങ്കിൽ കൂടിയും 30 പദ്ധതികൾ ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ആ പദ്ധതികളുടെ പൂർണ്ണമായ വിവരവും വിശദാംശങ്ങളും ചിത്രവും മുഖ്യമന്ത്രി വിശദീകരിക്കും അല്പസമയത്തിന്. എങ്കിൽ കൂടിയും ഏതെല്ലാം നിലക്കുള്ള ഒരു ആലോചന ഇതിന് പിറകിൽ വന്നിട്ടുണ്ട്? എങ്ങനെയായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസം? വയനാട് മുണ്ടക്കൈയെ പുനർനിർമ്മിക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 6 മാസത്തോളമാകുന്നു വയനാട് ദുരന്തമുണ്ടായിട്ട്. കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ ധനസഹായം ഒന്നും സംസ്ഥാനത്തിന് ലഭിച്ചതുമില്ല. കുറച്ച് പണം SDRF-ൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ SDRF-ന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണം ഒന്നിനും തികയാത്ത അവസ്ഥയിലാണുള്ളത്. അവിടെയാണ് പുനർനിർമ്മാണം എന്ന വലിയ വെല്ലുവിളി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവതരിപ്പിച്ച കരട് രേഖയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ വിശദമായ പദ്ധതി രേഖ തന്നെയാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വീട് എങ്ങനെ നിർമ്മിക്കണം, കാലിത്തൊഴുത്തുണ്ടെങ്കിൽ അത് നിർമ്മിക്കുന്നത് എങ്ങനെ വേണം, അങ്ങനെ ഓരോ പ്രദേശത്തെയും അവിടെ ഉണ്ടായിരുന്ന പ്രദേശത്തെയും പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള വിശാലമായ പദ്ധതി രേഖയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒറ്റ നില വീടുകളാണ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 2 ടൗൺഷിപ്പുകളായിരിക്കും വയനാട് മുണ്ടക്കൈയിൽ നിർമ്മിക്കുക. 2 എസ്റ്റേറ്റുകൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 2 എസ്റ്റേറ്റുകൾ കണ്ടെത്തുകയും അതിനകത്ത് ചില നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമപരമായ തടസ്സങ്ങൾ ഹൈക്കോടതി വിധിയോട് മറികടക്കാൻ കഴിഞ്ഞു എന്ന് സംസ്ഥാന സർക്കാർ വിലയിരുത്തുകയാണ്. അതുകൊണ്ട് വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ആ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. 750 കോടിയോളം രൂപയാണ് വയനാട് മുണ്ടക്കൈയെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിവരുന്നത്. ഇതിന്റെ നിർമ്മാണ ചുമതല അത് നൽകിയിരിക്കുന്നത് ഊരാളുങ്കലിനാണ്. കിഫ്കോൺ ആയിരിക്കും അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇത് 30ഓളം തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്.